ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSCയുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓൾറെഡി കവർ ചെയ്ത ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ചെയ്യാൻ പോകുന്ന രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻസ്, അതായത് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയും അതുപോലെ വുമൻ ആൻഡ് ഡെവലപ്മെൻറ്റും. ഈ രണ്ട് പോർഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കേരള PSCയിൽ കുറച്ച് വർഷങ്ങളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്നുകൂടി പറയാണ്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിത് ചെയ്ത് തുടങ്ങിയത് തന്നെ നമുക്ക് വീട്ടിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരെയും കൂടി ഉദ്ദേശിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്ന ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ തന്നെ വുമൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കണ്ടന്റ് നോക്കാം. Solved question papers from Kerala PSC, previous years and other expected questions related to the concept development psychology. Development psychology എന്ന് പറഞ്ഞ പോർഷനിൽ വരുന്ന സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് കുറച്ച് വർഷങ്ങളിൽ അടുപ്പിച്ച് കേരള PSC ചോദിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ആണ് ഞാൻ ഇന്ന് ഈ പ്രസന്റേഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ദ അപ്പിയറൻസ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മിഡിൽ ഏജ്, ഏർലി ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, പ്യൂബർട്ടി. പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. കേരള PSC നടത്തിയ എക്സാം ആയിരുന്നു. അപ്പിയറൻസ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് സ്പാനിൽ, ദാറ്റ് മീൻസ് കൺസംഷൻ ടു ടിൽ ഡെത്ത്, പല സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഓരോ ലൈഫ് സ്റ്റേജിലും നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഫിസിക്കലും അതുപോലെ തന്നെ ഇമോഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, അത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റും. എനിവേ, വാട്ട് ഈസ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ്? ആക്ച്വലി ഇറ്റ് ഈസ് ഫീച്ചേഴ്സ് വിച്ച് അപ്പിയർ അറ്റ് പ്യൂബർട്ടി സ്റ്റേജ്. പ്യൂബർട്ടി സ്റ്റേജിലാണ് ഈ ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൽ. അതായത് ആൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ബിയേർഡ്സ് ഇൻ മെയിൽസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളിലാണെങ്കിൽ പ്യൂബിക് ഹെയർ, ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് ഫിസിക്കലി വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്യൂബർട്ടി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ പീരീഡ് ഓഫ് ലൈഫ് beginning with the appearance of secondary sex characteristics and ending with the cessation of somatic growth. അപ്പോൾ നമ്മൾ പറയുന്ന സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഏത് സ്റ്റേജിലാണ് അവസാനിക്കുന്നതാണ്. എൻ്റെ ആൻസർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, ഇൻഫാൻസി. നമുക്കറിയാം അഡോളസൻസ് സ്റ്റേജിലാണ് ആ ഒരു മീൻസ് അപ്പിയറൻസ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അഡോളസൻസ് സ്റ്റേജ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ലെക്ചറർ ഹോം സയൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ കേരള കൊളീജിയൻ എഡ്യൂക്കേഷൻ 2015 കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെച്യൂറേഷൻ ചേഞ്ചസ് ഒക്കർ ഇൻ എ ഫെയർലി പ്രെഡിക്റ്റബിൾ സീക്വൻസ് ആൻഡ് കണ്ടിന്യൂ അണ്ടിൽ വിച്ച് സ്റ്റേജ്? ഏത് സ്റ്റേജ് വരെയാണ് മെച്യൂറേഷൻ ചേഞ്ചസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്, നൺ ഓഫ് ദ എബോവ്. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ 2019 കേരള PSC നടത്തിയ പരീക്ഷയായിരുന്നു. ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ഇത്. മെച്യൂറേഷൻ ചേഞ്ചസ് ഒക്കെ
in a fairly predictable sequence and continue till which stage? It is adulthood. Answer is adulthood. Next question. Number of chromosomes that normal human cells contain. 44, 46, 48, 45. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ 2012 ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യമായിരുന്നു ഇത്. കേരള PSC നടത്തിയിരുന്ന എക്സാം ആയിരുന്നു. നമ്പർ ഓഫ് ക്രോമസോംസ് നമുക്കറിയാം. ദ ആൻസർ ഈസ് 46. ഇൻ ഹ്യൂമൻ each cell normally contain 23 pairs of chromosomes for total 46, and among this 22 of these pairs called autosomes and look the same in both male and female, and the 23rd pair is sex chromosomes differ between males and females. So the answer is 46. Next question, what is infancy? Infancy, നമുക്കറിയാം, the period of infancy or life stage infancy is the period of most rapid growth and birth. Growth after birth എന്നാണ് പറയുന്നത്. Then ഓപ്ഷൻസിൽ പോവാം. Period from birth to end of the second week, period from birth till cutting the umbilical cord, period from birth to 2 months, period from birth to 3 months. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ 2012 ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു. ആൻസർ ഈസ് പീരീഡ് ഫ്രം ബർത്ത് ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ചേഞ്ച് ഫ്രം കൺസെപ്ഷൻ ടു മെച്യൂരിറ്റി. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ഗ്രോത്തും എന്താണ് ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഗ്രോത്ത് ഇസ് ഡെഫിനറ്റ്ലി എ ഫിസിക്കൽ ചേഞ്ച്. ഗർഭധാരണത്തിൽ നിന്ന് പക്വതയിലേക്കുള്ള ശാരീരിക മാറ്റമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രോത്ത്. ദ ആൻസർ ഈസ് ഗ്രോത്ത്. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ 2012. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ പ്രീനേറ്റൽ പീരീഡ് ഈസ് 10 lunar months, 9 lunar months, 10.5 lunar months and 9.5 lunar months. സെയിം എക്സാമിൽ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു ഇത്. നോർമൽ പ്രീനേറ്റൽ പീരീഡ് എന്താണ് ലൂണാർ മന്ത്? ആൻസർ പറയുന്നത് 10 ലൂണാർ മന്ത് ആണ്. എന്താണ് ലൂണാർ മന്ത് നോക്കാം. നോർമൽ ലെങ്ത് ഓഫ് പ്രഗ്നൻസി ഈസ് റിഗാർഡഡ് ആസ് എ ടൈം ഫ്രം 37 to 42 weeks and pregnancy should last for 10 lunar months or 40 weeks. 1 lunar month in pregnancy is 4 weeks or 28 days. It means pregnancy lasts 10 months rather than the conventional concept of 9 calendar month. Ninth question, the term senescence refers to adolescence, physiological change associated to puberty, mental health and physiological aspects of growing old. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ 2012 ചോദിച്ച ചോദ്യമായിരുന്നു. ദ ടേം സെനസെൻസ് റിഫേഴ്സ് ടു വിച്ച് സ്റ്റേജ്? നമുക്കറിയാം സെനസെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടേം റിഫേഴ്സ് ടു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓൾഡ്, സ്പെസിഫിക്കലി ടു ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ നോർമൽ ലൈഫ് സ്പാൻ. സോ ദ ആൻസർ ഈസ് physiological aspects of growing old. Next question, autism is psychological hazard is found in which lifespan of the individual? Pregnancy period, infancy period, early childhood, late childhood. ICDS സൂപ്പർവൈസർ 2013 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓട്ടിസം എന്താണെന്ന് നമുക്കറിയാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ refers to a broad range of condition characterized by challenges with social skills, repetitive behavior, speech and non-verbal communication. So it is usually appear in the age group of 3 to 8 years old, that is early childhood. The answer is early childhood. 11th question, WHO defines adolescence as persons in the age group of 10 to 9, 13 to 18, 12 to 19 and 10 to 18. ICDS സൂപ്പർവൈസറിൻ്റെ തന്നെ 2013 ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു ഇത്. സോ adolescence, as you all know, it's a transitional phase of growth and development between the childhood and adulthood stage, and WHO defines adolescence as any person between the age of 10 to 19. So the answer is 10 to 19.
Next question. Which category of people in the life cycle faces identity crisis? Children, adolescents, adult, elderly. Identity crisis എന്താണെന്നറിയാം. It is a period of uncertainty and a confusion in which a person's sense of identity become insecure, typically due to the change in their expected aims or role in the society. So, ഈ ഒരു ലൈഫ് സൈക്കിളിലൂടെ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. സോ ദ ആൻസർ ഈസ് അഡോളസൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫെർട്ടിലൈസ്ഡ് ovum is known as fetus, embryo, Lennox, zygote. The answer is zygote. ICDS സൂപ്പർവൈസർ 2013 നമുക്കറിയാം സൈഗോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്പേം സെൽ ആൻഡ് ദ എഗ് സെൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫെർട്ടിലൈസ്ഡ് ഓവം. സോ ദ ആൻസർ ഈസ് സൈഗോട്ട്. 14th question. Biophysical dimension of reinforcement or improvement of the body component is known as growth, development, hyperplasia and hypertrophic growth. നമ്മൾ നേരത്തെ എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു ഗ്രോത്ത് ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോഫിസിക്കൽ ഡൈമെൻഷൻ ഓഫ് റിഫൈൻമെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ബോഡി കോമ്പണന്റ്. സോ ദ ആൻസർ ഈസ് ഡെവലപ്മെന്റ്. പ്രീവിയസ് സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള PSC തന്നെ ഈ ഒരു പോർഷനിൽ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോൺസെപ്റ്റുമായി ഇല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വരാൻ സാധ്യതയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും കൂടെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ടൈം ഓഫ് ലൈഫ് ഡസ് എറിക്സൺ സ്റ്റേജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഒക്കർ? Old age, adolescence, infancy, school age. ആൻസർ ഈസ് സ്കൂൾ ഏജ്. എങ്ങനെയാന്ന് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതിൽ ഈ ഒരു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ദാറ്റ് മീൻസ് കോമ്പീറ്റൻസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർത്ത് സൈക്കോസോഷ്യൽ ക്രൈസിസ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 5 and 12. So the answer is school age. Next question is, which of the following is not one of the Erikson stage of psychosocial development? Erikson പറഞ്ഞിട്ടുള്ള സൈക്കോസോഷ്യൽ സ്റ്റേജസിൽ വരാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ലൈഫ് വേഴ്സസ് ഡെത്ത്. ഇതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ആൻസർ ഈസ് ലൈഫ് വേഴ്സസ് ഡെത്ത്. എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ആക്ച്വലി എറിക്സൺ സൈക്കോസോഷ്യൽ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിൽ 8 സ്റ്റേജസ് ആണ് പറയുന്നത്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ഇൻഡസ്ട്രി ദാറ്റ് ഈസ് കോമ്പീറ്റൻസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, intimacy versus isolation, generativity versus stagnation, and last stage is integrity versus despair. 8 സ്റ്റേജസ് ആണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെൻഷൻ ചെയ്യാത്തത് ഇതില്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ലൈഫ് വേഴ്സസ് ഡെത്ത് ആണ്. സോ ദ ആൻസർ ഈസ് ലൈഫ് വേഴ്സസ് ഡെത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is, the most common and most serious vocational hazard of early adulthood are: A. Job dissatisfaction and unemployment, B. Job stress, C. Increasing job demands, D. Performance evaluation. ഇതിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കണം വൊക്കേഷണൽ ഹസാർഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ റിസ്ക് ഇൻ വർക്ക് സെറ്റിംഗ്. സോ ദ ആൻസർ ഈസ് job dissatisfaction and unemployment. Next question. The period of development during which school readiness skills are developed and most free time is spent playing with the friends is called, as you all know, the stage is early childhood.
Optionally infancy, early childhood, middle childhood, late childhood. Answer is early childhood. Next is gerontology is the study of human being, special groups, aged and aging, all of this. Basically, gerontology is the study of social, cultural, psychological, cognitive and biological aspects of aging. So, the answer is aged and aging. Next question, the correct order of 3 stages of human prenatal development. Last നമ്മൾ ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ കോൺസെപ്റ്റ് നോക്കിയിരുന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകത, എന്താണ് ഓരോ സ്റ്റേജ് എന്ന്. സോ ദ development happens quickly during the prenatal period, which is the time between conception and birth. This period is generally divided into 3 stages: zygote, embryo and fetus. So the answer is zygote, embryo and fetus. ഈ ഒരു പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു ബർത്ത് ആണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all of the following are period of prenatal development concept except germinal, embryonic, fetal and postpartum. നമ്മൾ പറഞ്ഞിരുന്നു ജെർമിനൽ, എംബ്രിയോണിക്, ഫീറ്റൽ ആണ് 3 പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ഇതിൽ ജെർമിനലിൽ വരുന്നതാണ് സൈഗോട്ട്. സോ ഏതാണ് ഇതിൽ ഇല്ലാത്തതെന്ന് പറയുകയാണെങ്കിൽ ദ ആൻസർ ഈസ് പോസ്റ്റ്പാർട്ടം. 9th one, in development an important role is played by hereditary, environment, both A and B, none of the above. As you all know, both hereditary and environment played an important role in development of a human being. So the answer is both A and B. 10th question, development is a continuous process, an organized process, a creative process and all of the above. Development goes from womb to tomb എന്നാണ് പറയുന്നത്. It continue throughout the lifespan of an individual. So the answer is a continuous process. Next question, the period between puberty and adulthood in human development that typically falls between the ages of 13 to 19. പ്യൂബേർട്ടിയുടെയും അഡൽട്ട്ഹുഡിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സ്റ്റേജ്, അതായത് 13 മുതൽ 19 വരെ ഏജ് ഗ്രൂപ്പിൽ വരുന്നത് സ്റ്റേജ് ഏതാണെന്നാണ് ചോദ്യം. പ്രീ അഡോളസൻസ്, പ്യൂബസൻസ്, സെനസൻസ്, അഡോളസൻസ്. ദ ആൻസർ ഈസ് അഡോളസൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the genetic inheritance is defined as one of the gene pair, either a dominant trait or recessive trait, the grouping of similar genes bonding together, a process by which genes are passed down from parents to their offspring, and a trait linked to one gene pair that consists of 2 alleles. Answer is the process by which genes are passed down from parent to their offspring is genetic inheritance. Next question, dash involves development in which individuals' reaction with others and their social relationship grow, change and remain stable over the course of life as physical development, social competence, social development, personality development. The answer is physical development, because the question says that individuals' reactions with others and their social relationship, it may grow, it may change or it remains stable over the course of life. So the answer is physical development. Next question, dash involves development of the ways that growth and change in intellectual capacities influence person's behavior. Options: physical development, learning development, social development and cognitive development. The answer is cognitive development, because the question says like it's a development of ways, a growth or change. It may be a growth or change in intellectual capacities influence the person's behavior. So the answer is cognitive development. 15th and 16th question. These are very important questions regarding nature and nurture. So before going to the questions directly, we can discuss one thing about what is
ദ ഫാക്ടർ നേച്ചർ ആൻഡ് നർച്ചർ. സോ ഒരു വ്യക്തിയുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് ആ ഒരു വ്യക്തിയുടെ നെർച്ചറുമായോ ഇല്ലെങ്കിൽ നേച്ചർ എന്ന ഘടകവുമായോ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഈ രണ്ടും ഫാക്ടേഴ്സും ആണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ നേച്ചർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹെറിഡിറ്ററി ആണ്. നർച്ചർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എൻവയോൺമെന്റൽ ആണ്. ദാറ്റ് ഈസ് എ സോഷ്യൽ എൻവയോൺമെന്റ്. So next we can move to the question number 15. Refers to the traits, abilities and capacities that are inherited from one's parents is, the answer is nature. Then 16th one refers to the environmental influences that shape behavior. That is nature, nurture, cohort, accommodation. Answer is nurture. അതായത് ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒരു വ്യക്തിയുടെ നേച്ചർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹെറിഡിറ്ററിയും അതുപോലെ നർച്ചർ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവയോൺമെന്റുമാണ്, എസ്പെഷ്യലി ദ സോഷ്യൽ എൻവയോൺമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ സ്പേം ആൻഡ് ഓവം, ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമറ്റ്സ് റെസ്പെക്റ്റീവ്ലി join to form a single new cell is called what? Fertilization, zygotic fertilization and oogonia. The answer is fertilization. Next question. A new cell formed by the process of fertilization. Fertilization വഴി ഫോം ചെയ്യുന്ന ഒരു പുതിയ സെല്ലിനെ എന്തെന്നറിയപ്പെടുന്നു? Gametes, chromosomes, zygote and blastula. The answer is zygote. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെവലപ്മെന്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അതിൽ മുൻ സ്ലൈഡുകളിൽ കണ്ടത് കേരള PSC തന്നെ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. എന്നാൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി വരാൻ സാധ്യതയുള്ള ഈ ഒരു കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വുമൻ ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.